എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചെറിയൊരു ബ്രാൻഡിൻ്റെ അവയർനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇത് പ്രമാണിച്ച് നമ്മളത് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെർബൽ ഹെയർ പാക്ക് ആണ്, നാച്ചുറൽ ഹെർബൽ ഹെയർ പാക്ക്. അതിൽ ബ്രഹ്മി അതേപോലെ വേറെ പല പച്ചമരുന്നുകളും ആഡ് ചെയ്തിട്ട് പൗഡർ ഫോമിലാണ് നമ്മളിത് പ്രൊഡക്ഷൻ നടത്തുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജനറേഷൻസ് ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവരും പണ്ടത്തെ ആൾക്കാർ ഷാംപൂസിന് പകരം പല പല ഹെർബ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഹെർബ്സ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ്, അകാലനര, പിന്നെ മുടി കൊഴിച്ചിൽ, ഇതിനൊക്കെ ഈ ഹെയർ പ്രോബ്ലംസ് മിക്കവരും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണെന്നുള്ളതിന് നല്ലൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പിന്നെ മെയിനൊരു കാര്യം വേറെ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ മാർക്കറ്റിൽ മിക്ക ഹെർബൽ, അതേപോലെ ഈ പറഞ്ഞ പോലെ ഹെർബൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഹെയർ പാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെയർ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അവർ മാർക്കറ്റ് ചെയ്യുന്നത് കഷണ്ടിക്ക് മരുന്ന് അല്ലെങ്കിൽ കഷണ്ടിക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് മിക്കവരും അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ എനിക്കതിന് തോന്നുന്നില്ല അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവും ട്രാൻസ്പ്ലാന്റ് അല്ലാതെ, എനിക്ക് തോന്നുന്നില്ല. പിന്നെ അല്ലാത്തത് ഇപ്പൊ ഒരു 100% നോക്കുകയാണെങ്കിൽ ഒരു 5% ആൾക്കാരിൽ ഈ പറഞ്ഞ പോലെ ഹെൽത്തി അല്ലാത്ത ഇത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. ഇപ്പൊ എന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പറയാണ്, അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അല്ല, ഇപ്പൊ നമുക്ക് പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് അതിന്റെ പ്യൂരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 100% അഷ്വറൻസ് തരികയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് പക്ക നേച്ചർ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല, നമ്മൾ ഈ പ്രൊഡക്റ്റ് അത്രയും പ്യൂരിറ്റിയോടുകൂടിയാണ്, നമ്മൾ പ്രഷ്യസ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തെത്തിക്കുമ്പോഴും ആ ഒരു പ്രഷ്യസ്നെസ് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. പിന്നെ വി ഗീവ് മച്ച് ഇമ്പോർട്ടൻസ് ടു ഓണസ്റ്റി. സോ കീപ് സപ്പോർട്ടിങ് us, ആൻഡ് ഇനിയും ഞങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യും. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. താങ്ക് യു.